ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമൻറ്റിലില്ല വിധവയാണെന്നുള്ള കമൻറ്റ് വന്നു. ഇനി വിധവ എന്ന് പറയണ്ട, എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാനുണ്ട്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാണ് ഇങ്ങനെ വിധവ വിധവ പറയുന്നത്? അപ്പോൾ വിധവയല്ല, അപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബായ്, അസ്സാം വലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കണ്ടതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷാജിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാതെയാണ്, അവരുടെ കാര്യങ്ങൾ അറിയാതെയാണ്, അങ്ങനെ പല രീതിയിൽ. അതുപോലെ തന്നെ അവൾക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇത് പറയുന്നത് കണ്ടു. അവളെപ്പോലെയാണ് ഞാനും, അവളെപ്പോലെ ഞാൻ എന്താണ് അതിൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവളെപ്പോലെ ആവാനൊന്നും, അവൾക്ക് അവളാവാനും എനിക്ക് ആവാനേ കഴിയുള്ളൂ, അല്ലാതെ അവളെപ്പോലെ ആവേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ വന്ന കമൻസ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടാണ് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുമായിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ ഷാജി ഇപ്പോൾ വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞു, മഹർ ഒക്കെ കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിലൊരു ലോക്കറ്റും കൂടെ ഇട്ടാൽ മതി, ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു, അടുത്ത ആഴ്ച ഇനി ലോക്കറ്റ് വരും എന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടു. ശരിയാണ്. പിന്നെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾ പറഞ്ഞു എന്താണ് എന്നെ വിധവ എന്ന് വിളിക്കുന്നു എന്ന്. അപ്പോൾ അത് എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ഭർത്താവ് മരിച്ച സ്ത്രീയെ വിധവ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? അത് ഷാജി ഒന്ന് പറഞ്ഞത്. എന്തായാലും ഷാജി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതുവരെ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഷാജിയുടെ ഓരോ ഇതും എടുത്ത് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നി. അതുപോലെ തന്നെ ഷാജിയുടെ നാട്ടുകാരിയായ കുറച്ച് ആൾക്കാരിൽ നിന്നും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. അത് കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. അവളുടെ അതായത് എങ്ങനെയാണ് ആ ഭർത്താവ് മരിക്കാനുള്ള സാഹചര്യം, അതൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. എന്താണ് ഈ ഒരു കാരണത്താലാണോ അയാൾ മരിച്ചെന്നുള്ളൊരിത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പേഴ്സണലി ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഷാജിയോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസ് ഇടുന്നതിനോടോ, നിങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനോടോ, അതുപോലെ തന്നെ നിങ്ങൾ ടീഷർട്ട് ഇടുന്നതിനോടോ, പാൻറ് ഇടുന്നതിനോടോ, അതിനൊന്നും അതിനൊന്നും ആ ഒരു കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അതുപോലെ തന്നെ ഷാജി എന്ന ആ ഒരു വ്യക്തിയെ ഇത്രത്തോളം സബ്സ്ക്രൈബർ ആക്കിയതും ഇതായതും, അതുപോലെ തന്നെ ഇത്രയും വീഡിയോസ് കാണാൻ ആൾക്കാരുള്ളതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടല്ലേ നിനക്ക്. അതായത് അപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയതായിട്ട് ഞാൻ കണ്ടു. എന്താണ്, നിങ്ങളല്ല എനിക്ക് ചിലവിന് തരുന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ശരിയാണ്, അവരെല്ലാം ചിലവിന് തരുന്നത്. പക്ഷേ കുറച്ച് പേരെങ്കിലും നിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതിൽ നിന്ന് നിനക്ക് ഡോളർ കിട്ടുന്നുണ്ടോ? അതിൽ നിന്ന് തന്നെയല്ലേ നീയും മക്കളും ആഹാരം കഴിക്കുന്നത്, അതുപോലെ തന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അപ്പോൾ നീ അങ്ങനെ വെല്ലുവിളിച്ചതിനോട് എനിക്ക് യോജിക്കാൻ തോന്നുന്നില്ല. പിന്നെ നിങ്ങളല്ല ചിലവിന് തരുന്നത്, അതൊക്കെ ആ ഒരു ശരിയാണ്, അവരല്ല ചിലവിന് തരുന്നത്. പക്ഷേ കുറച്ച് പേരെങ്കിലും, അപ്പോൾ അത് നീ അങ്ങനെ പറയണമായിരുന്നു. എന്നെ ഇത് പറയുന്ന ആൾക്കാരെയാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയല്ല പറയുന്നത്. പക്ഷെ അത് പറയുന്നതിനും നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കൊരു പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരി ഈ കൈയൊക്കെ ചൂണ്ടിയിട്ട്, ഇങ്ങനെ കൈ ചൂണ്ടി, നിങ്ങളല്ല എനിക്ക് തരുന്നത്, എന്താണ് നിങ്ങൾ അങ്ങനെ എന്നോട് പറയണ്ട, അങ്ങനെയാണ്, ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട്, അതൊരുമാതിരി നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന ഒരു അപമര്യാദയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിനക്ക് സ്വാഭാവികമായിട്ട് പറയാം. ഞാനും പറയാറുണ്ട് എൻ്റെ വീഡിയോസിനും അതുപോലെ തന്നെ എൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻറ്റ്സ് ഇടുന്നവരെ ഞാനും പറയാറുണ്ട്, നീയല്ല എനിക്ക് ചിലവിന് തരുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ പറയണം. പക്ഷേ ഷാജിദ പറയുന്ന ആ ഒരു രീതി അങ്ങനെയല്ല. ഭയങ്കര ദേഷ്യത്തോടു കൂടി, ഭയങ്കര അഹങ്കാരത്തോടു കൂടി പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
പേഴ്സണലി എനിക്കത് അങ്ങനെ ഫീൽ പേഴ്സണലി എന്നല്ല ഒരുപാട് പേര് ഇപ്പോൾ ഷാജിയുടെ അതൊരു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കുറച്ച് മോശം തന്നെയാണ്. ഷാജിദ എന്തായാലും എന്താണ് ഞാൻ ഷാജിദാനെ കുറ്റപ്പെടുത്താനോ അല്ല ഇതാവാനോ ഒന്നും അല്ല വന്നത്. പക്ഷേ ഉള്ള കാര്യങ്ങൾ എനിക്ക് ഉള്ളതായിട്ട് പറയണം. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് കണ്ടു. അവരുള്ളതാണ് പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും റിയാക്ഷൻ ചെയ്യുന്നവർ ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയുന്നില്ല, ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയോ പിന്നെ ഞാൻ ഷെഫീന അവരുടെ ആ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരും പറയുന്നത് അവർ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, എങ്കിലും അവർ ചെയ്ത ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് യോജിപ്പാണ് കേട്ടോ ഉള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ അവരും കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീനെ വിധവ എന്ന് തന്നെയാണ് വിളിക്കുക. അത് നീ തന്നെയല്ലേ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞത്. നീ വന്ന് പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞു, അതാണ് ആളുകൾ കേട്ടത്, അതിൻ്റെ പുറത്താണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ എന്താണ് കല്യാണം കഴിഞ്ഞു, ഇനി എന്നെ വിധവ വിളിക്കേണ്ടത് ശരിയാണ് നിൻ്റെ കല്യാണം. അപ്പോൾ ആ ഒരു കാര്യം നീ അത് പറയണമായിരുന്നു. പറയാത്തത് കൊണ്ടാണല്ലോ ഇപ്പോഴല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാതെ വിചാരിച്ചത്. അപ്പം നിനക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. എന്താണ് ഇത് നീ ഇപ്പം കല്യാണത്തിന് മുമ്പ് വന്ന വീഡിയോയ്ക്ക് നീ എല്ലാം പറയുന്നതാണ്, നീ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്യട്ടെ. എന്താണെന്ന് ചോദിച്ചാൽ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്, വ്ളോഗ് ചെയ്യുന്നതാണ്, എല്ലാ കാര്യങ്ങളും വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിക്കാഹ് കഴിക്കുന്ന ആ കാര്യം പറഞ്ഞില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നിൻ്റെ നാട്ടുകാരിയായ ഒരാൾ പറഞ്ഞതിലും എനിക്ക് എന്തൊക്കെയോ ഇപ്പോൾ എനിക്ക് അന്ന് അത്രയ്ക്ക് ആ ഒരു ഇത് കത്തിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഇതും പിന്നെ നിൻ്റെ കമൻസുകളെല്ലാം കൂടെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലെന്തൊക്കെയോ സാമ്യത ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഷാജിദ നിനക്കൊരു ജീവിതം കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന എനിക്കും അതുപോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ ഈ എന്താണ് അഹങ്കാരത്തോടു കൂടിയുള്ള ആ സംസാരം അത് നിർത്തുക. എത്ര പണം ഉണ്ടെങ്കിലും നീയായിട്ട് നിൽക്കുക. നിൻ്റെ ആ മക്കളെ കണ്ടിട്ടാണ് എല്ലാവരും നിൻ്റെ ചാനൽ കാണാൻ തുടങ്ങുന്നത്. 5 മക്കളെ വെച്ചിട്ട് എന്താണ് ഇങ്ങനെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തു, അങ്ങനെ ആ ഒരു സഹതാപത്തിൻ്റെ പേരിലാണ് നിൻ്റെ വീഡിയോസ് കാണുന്നത്. അതുപോലെ തന്നെ നിന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നിനക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് നിനക്ക് കിട്ടുന്നത്, ഈ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തന്നെയാണല്ലോ നിനക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ആളുകളെ തന്നെ നീ ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ നീ പറയുന്നുണ്ട് എന്നെ ബാഡ് പറഞ്ഞവരെയാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ പറയുന്നതിലും ഒരു ഇതുണ്ട്, ഇങ്ങനെ കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നവരും കാണുകയാണല്ലോ ആ വീഡിയോ. അതുകൊണ്ട് എന്തോ എനിക്ക് ആ ഒരു ഇത് എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നില്ല, ഇഷ്ടപ്പെട്ടില്ല. നീ അത് ചെയ്തത് ഭയങ്കര മോശമായി പോയി തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ എന്ത് തന്നെ അത് പറഞ്ഞാലും ശരി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ കമൻസുകളും എൻ്റെ അതിലാണെങ്കിലും പല ഒരു വീഡിയോ ചെയ്തതാണെങ്കിലും അതുപോലെ ഷാജിയുടെ കമൻസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം ബാഡ് കമൻസ്, ഇങ്ങനെയുള്ള അഹങ്കാരം കൂടി, പണം വന്നപ്പോൾ എന്താണ് അഹങ്കാരം കൂടി, ഇത്രയ്ക്ക് മാത്രം അഹങ്കാരത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഉള്ള കമൻസുകൾ കണ്ടു. അതുപോലെ തന്നെ നീ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നല്ലത്, നീ നല്ലതായിട്ട് ജീവിക്കണം, അത് നിൻ്റെ ഒരു ഇതാണ്. എനിക്ക് 32 വയസ്സായി. നിങ്ങൾ പറഞ്ഞത് ഞാൻ എപ്പോഴും എന്താണ് ഇങ്ങനെ സഹതാപത്തിൻ്റെ പുറത്തും അതുപോലെ തന്നെ കണ്ണീരൊഴുകി ജീവിക്കണമെന്നൊക്കെയാണെന്ന് നീ ചോദിക്കുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ജീവിക്കണമെന്ന് ആരും പറയുന്നില്ല. 5 മക്കളല്ലേ, ആ 5 മക്കളെ എന്താണ് നിന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ വരുന്ന ആൾ സ്വീകരിക്കുമോ? അപ്പോൾ അതൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്, നീ അതൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പല ഇത് രണ്ടാം വിവാഹം ഈ മക്കളുള്ളവർ രണ്ടാം വിവാഹം കഴിക്കുന്ന സമയത്ത് പല ഇഷ്യൂസും നടന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ആളുകൾ ഇങ്ങനെ ഉള്ള കമൻസുകൾ ഇടുന്നത്. അതിൽ നിനക്ക് ദേഷ്യം വന്നിട്ടോ അതിൽ വന്നിട്ട് അവരെ കൈ ചൂണ്ടി സംസാരിച്ചിട്ടോ അതുപോലെ തന്നെ അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം കാണിച്ചിട്ടോ ഭയങ്കരമായിട്ട് ഇതായിട്ടൊന്നും കാര്യമില്ല. അത് നീ ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നത് കൊണ്ടാണ് ആ ആളുകൾ അത് പ്രതികരിക്കുന്നത്, അവർ സംസാരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അവർ അത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെയും നിൻ്റെ മക്കളെയും അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നിൻ്റെ ഓരോ വീഡിയോസും അവർ കാണുന്നത് കൊണ്ട് തന്നെയാണ് നിനക്ക് ഡോളർ കയറുന്നത്. അപ്പോൾ അതിൽ അവരെ വെല്ലുവിളിച്ചതിനോട് എനിക്കെന്തോ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തുതന്നെയാണെങ്കിലും നിനക്കിപ്പോൾ ഒരു ലൈഫ് കിട്ടിയെന്ന് പറയുന്നുണ്ട്, അതെന്തായാലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നിനക്ക് കഴിയട്ടെ. അപ്പോൾ എൻ്റെ ഇതിൽ വന്നിട്ട് കമൻറ്റുകൾ ഒരുപാട് വന്ന് അവളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ. അതുപോലെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ട് എന്നെ താരതമ്യം ചെയ്യേണ്ടത് ഞാനായിട്ടും അവളായിട്ട് നിൽക്കുന്നു. അത് അവളെപ്പോലെ തന്നെ നീ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനും വീഡിയോ ചെയ്യുന്നു എന്നുള്ളൂ, അല്ലാതെ അവളെപ്പോലെ അനുകരിക്കാനോ അവളെപ്പോലെ ആവാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്, അവളാവാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കാര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു, അല്ലാതെ അവളാവേണ്ട കാര്യമൊന്നും എനിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കമൻസുകൾ കണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ എന്താ പറയുക, നീ അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട്
റിയാക്ഷൻ തന്നെ ചെയ്യുന്നത്, അല്ലാതെ അവളെ വിറ്റിട്ട് എനിക്ക് കാശ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇത് പറയുന്നവരോട് ഞാൻ ആ ഒരു ഇത് പറഞ്ഞാണ് കേട്ടോ. പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതും കണ്ടു. അപ്പോൾ സപ്പോർട്ട് ചെയ്തവരോടല്ല, അല്ലാത്ത ആളുകളോട് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അവളുണ്ടല്ലോ എല്ലാ കമൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് കമൻസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബാഡ് കമൻസ് വരാറുണ്ട്, പക്ഷെ ഞാൻ അതിനെ എല്ലാം എടുത്ത് പ്രതികരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇവള് ഉണ്ടല്ലോ എന്തൊരു കമൻസ് ആണെങ്കിലും അതങ്ങ് നീട്ടി വലിച്ച് 20 മിനിറ്റ് 30 മിനിറ്റ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കാണാൻ ആളുകളുണ്ട്. അപ്പോൾ അത്രത്തോളം നിനക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ നിൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഇത്രമാത്രം അവരെ അവഹേളിക്കേണ്ട യാതൊരു കാര്യമില്ല, കളിയാക്കേണ്ട കാര്യമില്ല, കൈചൂണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഭയങ്കര വിഷമം തോന്നി. നിന്നെ സ്നേഹിക്കുന്നവരാണല്ലോ അവരെ ഇങ്ങനെ കൈ ചൂണ്ടി ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കുന്നതിനോട് എനിക്കെന്തോ ഭയങ്കര ഇത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത്. അതുപോലെ തന്നെ നീ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്, നിനക്ക് എന്തായാലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു കുടുംബജീവിതം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.